ഹായ് ഫ്രണ്ട്, ഞാൻ ഇസ്രായേലിലെ ദിമോന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ഒക്ടോബർ 1 ഇവിടെ ഇറാൻ വ്യാപകമായ ഒരു മിസൈൽ ആക്രമണം നടത്തി ഇസ്രായേലിലേക്ക്. പക്ഷേ ഇന്ന് ഒക്ടോബർ 2 സർവ്വസാധാരണമായിട്ട് മാർക്കറ്റെല്ലാം നല്ല തിരക്കുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഭീതിയോ ഭയാനോ ഒന്നും അവരുടെ ഇടയിലില്ല. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിൽ മുഴുവൻ റോക്കറ്റ് ഫയർ അലർട്ട് വരുന്നത്. അതെല്ലാവരുടെയും മൊബൈലിലും അല്ലാതെ എല്ലാം ആപ്ലിക്കേഷൻ വഴിയെല്ലാം അലർട്ടുകളുണ്ടായി. അന്നേരം എല്ലാവരും ബങ്കറിലേക്ക് സേഫായിട്ട് മാറുകയും എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കുകയും ചെയ്തു. ഇവിടെ കുറച്ച് ഇന്ത്യക്കാർക്കൊക്കെ ആദ്യമായിട്ട് വന്ന കുറേ ഇന്ത്യക്കാർക്കൊക്കെ കുറച്ച് ഭയമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഇസ്രായേലി ജനങ്ങളെ സംബന്ധിച്ച് അവർക്കിതൊരു സർവ്വസാധാരണമായൊരു കാര്യമാണ്. അവർ ഇന്നിപ്പോൾ 2 ആയിട്ട് രാവിലെ തന്നെ അവർ മാർക്കറ്റിലെ തിരക്കുകളാണ് നമ്മൾ ഈ കാണുന്നത്. സാധാരണ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു യുദ്ധഭീതി പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മാർക്കറ്റുകളിലൊന്നും തിരക്കുകൾ കാണത്തില്ല. ജനങ്ങളെല്ലാം കുറച്ച് സേഫായിട്ട് ഇരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ഈ ദിമോന സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് സീയുടെ ബോർഡറായിട്ടാണ് വരുന്നത്. ഇറാൻ ഇങ്ങോട്ട് മിസൈലുകൾ അയച്ചത് നമ്മളിപ്പോൾ ഈ കാണുന്ന ആകാശ ദൃശ്യം കണ്ടില്ല, ഇതിലെ കൂടിയാണ് ഇതിലെ മിസൈലുകളെല്ലാം പോയത്. അപ്പോൾ ഇറാൻ അയച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർദാൻ്റെ വ്യോമപാത ഉപയോഗിച്ച് അതിലെയാണ് അവർ മിസൈൽ ഇങ്ങോട്ട് അയച്ചത്. ഈ യുദ്ധത്തിനിടയിൽ അവരവരുടെ ന്യൂ ഇയർ ആഘോഷത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് യൂതിഷുകളുടെ ന്യൂ ഇയർ ആഘോഷമാണ്. അതിൻ്റെ ഒരു തിരക്കാണ് ഈ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത്. ഇവിടെ വന്ന് അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാനുള്ള തിരക്കിലാണ്. അവർ ഈ കാണുന്ന തിരക്കുകൾ എല്ലാ മാർക്കറ്റിൽ നിന്ന് തന്നെ കാണുന്നുണ്ട്. ഇവിടെ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട പൂക്കളെല്ലാം വാങ്ങി കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഇടയിൽ കാണുന്ന സന്തോഷം എന്നും നിലനിൽക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇരു രാജ്യങ്ങളുടെ ഇടയിൽ സമാധാനപരമായ ചർച്ച ഉണ്ടായിട്ട് യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.